പുതുവർഷത്തിലെ സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6th SS ചാപ്റ്റർ 7 പഠിക്കുന്നത്. മധ്യകാല ഇന്ത്യ, കലയും സാഹിത്യവും. ഒഡിയ സാഹിത്യകാരിയാണ് പ്രതിഭ റായ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ശിലാപദ്മം. ഇതിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. ഇനി തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ. അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം. അപ്പം തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരാണ് പല്ലവന്മാർ. അവരുടെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമാണ് മഹാബലിപുരം. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് മഹാബലിപുരത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പം പല്ലവ രാജാവാണ് ആര്? നരസിംഹവർമ്മൻ. അദ്ദേഹത്തിൻ്റെ കാലത്ത് മഹാബലിപുരത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങളാണ് പഞ്ചരഥങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അവ ഓരോന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ രീതിയിലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അപ്പം ഈ പഞ്ചരഥ ക്ഷേത്രങ്ങളൊക്കെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ഈ രീതിയിൽ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇത്തരത്തിൽപ്പെട്ടവയാണ്. അപ്പം മഹാരാഷ്ട്രയിലുള്ള എല്ലോറ ഗുഹാക്ഷേത്രം ഇങ്ങനെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. അപ്പം മഹാരാഷ്ട്രയിലെ എല്ലോറ ഇതേപോലെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തൊരു ക്ഷേത്രത്തിന് ഉദാഹരണമാണ്. ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ നമുക്ക് എല്ലോറയിൽ കാണാവുന്നതാണ്. അപ്പം എല്ലോറയിൽ ബുദ്ധമതക്കാരുടെയും ജൈനമതക്കാരുടെയും പിന്നെ വൈഷ്ണവരുടെയും വൈഷ്ണവർ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്, ശൈവർ ശിവനെ ആരാധിക്കുന്നവർ, ഇവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ നമുക്ക് എല്ലോറയിൽ കാണാൻ പറ്റുന്നു. പിൽക്കാലത്ത് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. അവയിൽ ഭൂരിഭാഗവും ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു. അപ്പം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചിട്ടുള്ള ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് നിലവിൽ വരുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ആസാമിലെ കാമാഖ്യ ക്ഷേത്രവും ചോള രാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദേശ്വര ക്ഷേത്രവും. വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉദാഹരണമാണ് ആസാമിലെ കാമാക്ഷ ക്ഷേത്രം, പിന്നെ തഞ്ചാവൂരിലുള്ള ബൃഹദേശ്വര ക്ഷേത്രം. ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും. പിന്നീട് ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം വ്യാപകമായി. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് ക്ഷേത്രഭിത്തികളിലെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിയാണ്. ഇപ്പം മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഭാഗവതത്തിലേക്ക് കഥകളൊക്കെ ക്ഷേത്രങ്ങളുടെ ഭിത്തികളിലൊക്കെ കൊത്തിവെക്കാൻ തുടങ്ങി. ഇവയ്ക്ക് പുറമെ യുദ്ധരംഗങ്ങളുടെയും നൃത്തസംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു. ഇപ്പം എന്താണ്, യുദ്ധങ്ങളും സംഗീതത്തിൻ്റെയൊക്കെ രംഗങ്ങളൊക്കെ ക്ഷേത്രഭിത്തിയിൽ ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ രാമായണം, മഹാഭാരതം, ഭാഗവതം ഇവയിലേക്ക് കഥാസന്ദർഭങ്ങളൊക്കെ ചിത്രങ്ങളായിട്ട് ചുമരിൽ കാണാൻ തുടങ്ങി. ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം. അപ്പം അത്തരത്തിൽ ഉള്ളൊരു ക്ഷേത്രത്തിന് ഉദാഹരണമാണ് ഇത് ഖജുരാഹോ ക്ഷേത്രം. അതിൻ്റെ ചിത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലാണ് ഖജുരാഹോ ക്ഷേത്രം ഉള്ളത്. സൽത്താനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ വാസ്തുവിദ്യാശൈലി രൂപപ്പെട്ടു. അപ്പം സൽത്താനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ പുതിയൊരു വാസ്തുവിദ്യാ ശൈലിയാണ് രൂപപ്പെടുന്നത്. അതിനെ പറയുന്ന പേരാണെന്ത്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. അപ്പം സൽത്താനത്ത് കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട പുതിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. വാസ്തുവിദ്യാരംഗത്ത് വിദഗ്ധരായവരെ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരോടൊപ്പം തദ്ദേശീയരായ ശില്പികൾ, തൊഴിലാളികൾ, കൽപ്പണിക്കാർ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇരു കൂട്ടരുടെയും ശൈലികൾ സമന്വയിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത്. അപ്പം
ഇപ്പം ഇന്ത്യയിലേക്ക് തുർക്കി, പേർഷ്യ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളും തദ്ദേശീയരായ ആളുകളും ഒത്തുചേർന്നിട്ടാണ് പണിയെടുത്തത്. അങ്ങനെയാണ് രണ്ട് വിഭാഗക്കാരുടെയും വാസ്തുവിദ്യാ ശൈലികൾ കൂടിച്ചേർന്നിട്ടാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലി രൂപം കൊള്ളുന്നത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ രീതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതയാണ്. കമാനങ്ങൾ, താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ ഇതൊക്കെ ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതയാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. അടുത്തത്, കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. അപ്പം കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. പിന്നെ നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അവർ നിർമ്മിക്കുന്ന ഓരോ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് വിശാലമായ പൂന്തോട്ടങ്ങളും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഈ വാസ്തുവിദ്യാ ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതിയാണ് കുത്തബ് മിനാർ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ പണിതീർത്ത ആദ്യത്തെ നിർമ്മിതിയാണ് കുത്തബ് മിനാർ. സൽത്തനത്ത് സ്ഥാപകനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അപ്പം സൽത്തനത്ത് സ്ഥാപകനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇൽത്തുമിഷ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിൻ്റെ സവിശേഷതയാണ്. അപ്പം കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ഇൽത്തുമിഷാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മുഗൾ കാലഘട്ടത്തിൽ ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടി. മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ മുതലായവ നിർമ്മിച്ചു. അപ്പം മുഗൾ കാലഘട്ടത്തിലാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടിയത്. അപ്പം മുഗൾ രാജാക്കന്മാർ നിരവധി കോട്ടകൾ, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ ഇവയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ശൈലിയിൽ. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം ഈ ശൈലിയിൽ നിർമ്മിച്ചതാണ്. ഇതാണ് ഹുമയൂണിൻ്റെ ശവകുടീരം. അപ്പം ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം ഈ ശൈലിയിൽ നിർമ്മിച്ചതാണ്. മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഈ സ്മാരകത്തെയാണ്. അപ്പം ഹുമയൂണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇതിൻ്റെ മാതൃകയിലാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. അപ്പോൾ താജ്മഹൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. താജ്മഹലും ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഒരു പ്രധാനപ്പെട്ട നിർമ്മിതിയാണ്. മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ പ്രധാനപ്പെട്ടതാണ് ഡൽഹിയിലെ ചെങ്കോട്ട. ഇത് പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. മാർബിളും ചുവന്ന കല്ലുകളും ഉപയോഗിച്ചാണിത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെങ്കോട്ട. ഇത് ചുവന്ന മണൽക്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. അത് മാർബിളും ചുവന്ന കല്ലുകളും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ബാമിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസ്, കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാർ എന്നിവയും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. ചാർമിനാറും ഗോൾ ഗുംബസൊക്കെ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്കുള്ള ഉദാഹരണങ്ങളാണ്. അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും. അപ്പം ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങളാണ്
വിട്ടല സ്വാമി ക്ഷേത്രം, ഹസാര രാമക്ഷേത്രം. അപ്പോൾ അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവ പാറകൾ ചെത്തിമിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ നിർമ്മിച്ചു. അലങ്കാരപ്പണികൾ ഉള്ള തൂണുകൾ നിർമ്മിച്ചു. ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തി. അപ്പം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ പാറകൾ ചെത്തി മിനുക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാറകൾ ചെത്തി മിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ്. കൂടാതെ ക്ഷേത്രങ്ങളോട് ചേർന്നിട്ട് മണ്ഡപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അലങ്കാര പണികളുള്ള തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ഷേത്രങ്ങളൊക്കെ വിപുലീകരിച്ചു അല്ലെങ്കിൽ വിപുലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ഇത് ഗോത്തിക് ശൈലി എന്നറിയപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ഇത് ഗോത്തിക് ശൈലി എന്നാണ് അറിയപ്പെടുന്നത്. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഇതിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. അതിൻ്റെ പേരാണ് ഗോത്തിക് ശൈലി. അതിൽ കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളൊക്കെയാണ് ഇതിൽ കാണപ്പെടുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും. മധ്യകാല ഇന്ത്യയിൽ സംഗീത രംഗവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിൽ കർണാടക സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിരുന്നു പുരന്ദരദാസൻ. മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി പുതിയൊരു സംഗീത ശൈലി രൂപപ്പെട്ടു. ഇതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. അമീർ ഖുസ്രു, താൻസൻ തുടങ്ങിയവർ അക്കാലത്തെ ശ്രദ്ധേയരായ സംഗീതജ്ഞരാണ്. ഇപ്പം മധ്യകാല ഇന്ത്യയിൽ സംഗീത മേഖലയും വികാസം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന സംഗീതമാണ് കർണാടക സംഗീതം. കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായൊരു വ്യക്തിയാണ് പുരന്ദരദാസൻ. പിന്നെ മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് പുതിയൊരു സംഗീത ശൈലി രൂപപ്പെട്ടു. ഇതാണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്നറിയപ്പെടുന്നത്. അമീർ ഖുസ്രു, താൻസൻ എന്നിവരൊക്കെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രശസ്തരായ ആളുകളായിരുന്നു. ഖവ്വാലി എന്ന സംഗീത രൂപം രൂപപ്പെട്ടത് ഇക്കാലത്താണ്. ഖവ്വാലിയുടെ വളർച്ചയിൽ അമീർ ഖുസ്രു വലിയ പങ്കുവഹിച്ചു. നിരവധി പുതിയ സംഗീതോപകരണങ്ങൾ ഇക്കാലഘട്ടത്തിൽ രൂപം കൊണ്ടു. തബല, സിതാർ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പം ഖവാലി എന്ന സംഗീത രൂപം രൂപപ്പെട്ടത് മധ്യകാല ഇന്ത്യയിലാണ്. അതിൻ്റെ വളർച്ചയിൽ അമീർ ഖുസ്രു ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ തന്നെ നിരവധി പുതിയ സംഗീതോപകരണങ്ങളൊക്കെ രൂപം കൊണ്ടു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് തബല, സിതാർ എന്നിവ. സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഖാൻഖകളിൽ രൂപപ്പെട്ട ഒരു സംഗീത രൂപമാണ് ഖവ്വാലി. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഖാൻഖകളിൽ രൂപപ്പെട്ട ഒരു സംഗീത രൂപമാണ് ഖവ്വാലി എന്ന് പറയുന്നത്. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഈ ഖവ്വാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ ചിത്രകലയിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൈവന്നു. രാമായണം, ബൈബിൾ, കൊട്ടാര ജീവിതം, പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയായിരുന്നു ചിത്രങ്ങളുടെ പ്രമേയങ്ങളെന്ന് പറയുന്നത്. മധ്യകാല ഇന്ത്യയിൽ സാഹിത്യവും പുരോഗതി നേടി. മധ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട ഭക്തിപ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. ഇപ്പം മധ്യകാല ഇന്ത്യയിൽ സാഹിത്യരംഗവും പുരോഗതി നേടുന്നുണ്ട്. അപ്പം മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട ഭക്തിപ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനമൊക്കെ സാഹിത്യരംഗത്തിൻ്റെ പുരോഗതിയെയും സഹായിക്കുന്നുണ്ട്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വരവ് വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി. ഭക്തിപ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്.
ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി. ഇത്തരത്തിൽ വികാസം പ്രാപിച്ച ഭാഷകളാണ് മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി എന്നിവ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവോട് കൂടിയിട്ട് വിവിധ പ്രാദേശിക ഭാഷകളൊക്കെ രൂപം കൊണ്ടു. കാരണം ഈ ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭാഷകൾ വളരാൻ അത് സഹായകമായിട്ടുണ്ട്. ഇങ്ങനെ വളർന്നു വന്ന ഭാഷകളാണ് ഗുജറാത്തി, ബംഗാളി, ഹിന്ദി, മറാത്തി, കന്നഡ, തെലുങ്ക്, മലയാളം എന്നിവയൊക്കെ. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ടതാണ് ഭക്തിപ്രസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിന് നായനാർമാർ, ആഴ്വാർമാർ എന്നീ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. നായനാർമാർ ശിവഭക്തരും ആഴ്വാർമാർ വിഷ്ണുഭക്തരുമാണ്. അപ്പം ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ടതാണ് ഭക്തിപ്രസ്ഥാനം. അപ്പം ദക്ഷിണേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിന് നായനാർമാർ, ആഴ്വാർമാർ എന്നീ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ നായനാർമാർ എന്ന് പറഞ്ഞാൽ ശിവഭക്തരും ആഴ്വാർമാർ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തരും ആയിരുന്നു. 14-ാം നൂറ്റാണ്ടോടെ ഈ ആശയം, ഈ ഭക്തിപ്രസ്ഥാനം എന്ന ആശയം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിച്ചു. ഗുരുനാനക്, കബീർദാസ്, തുളസീദാസ്, തുക്കാറാം, മീരാഭായ്, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഉത്തരേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രചാരകർ. അപ്പം 14-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഈ ഭക്തിപ്രസ്ഥാനം എന്ന ആശയം ഉത്തരേന്ത്യയിൽ വ്യാപിച്ചു. ഗുരുനാനക്, കബീർദാസ്, തുളസീദാസ്, തുക്കാറാം, മീരാഭായ്, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഉത്തരേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകർ. അടുത്തത് സൂഫി പ്രസ്ഥാനമാണ്. ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടായത്. നിസാമുദ്ദീൻ ഔലിയ, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി തുടങ്ങിയവർ സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായിരുന്നു. അപ്പം ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദമുണ്ടായത്. അപ്പം നിസാമുദ്ദീൻ ഔലിയ, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി തുടങ്ങിയവരാണ് സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകർ. നമുക്കിനി പ്രധാനപ്പെട്ട പ്രാദേശിക ഭാഷകളും അതിലുള്ള കൃതികളും ഏതൊക്കെയാണെന്ന് നോക്കാം. മലയാളം അധ്യാത്മരാമായണം എഴുത്തച്ഛൻ, എഴുതിയ ആളെയും പറയുന്നുണ്ട് കേട്ടോ. അപ്പം പ്രധാനപ്പെട്ട പ്രാദേശിക ഭാഷകളും കൃതികളും അത് രചിച്ച ആൾക്കാരെ ഇതിൽ പറയുന്നുണ്ട്. മലയാളം അധ്യാത്മരാമായണം എഴുത്തച്ഛൻ, ഹിന്ദി രാമചരിതമാനസം തുളസീദാസ്, കന്നഡ വിക്രമാർജുന വിജയം പമ്പ, അതുകൊണ്ട് പമ്പ ഭാരതം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. മറാത്തി ഭാഗവതം ഏക്നാഥ്, ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദ, ബംഗാളി രാമായണം കൃതിവാസ, ഒഡിയ മഹാഭാരതം സരളദാസ, തെലുങ്ക് മഹാഭാരതം നന്നയ്യ, തമിഴ് ഈരാമാവതാരം കമ്പറാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പരാമായണം എന്നും ഇത് അറിയുന്നുണ്ട്. സൂഫി പ്രസ്ഥാനം ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം സൂഫി പ്രസ്ഥാനം ഉറുദു ഭാഷയുടെ വളർച്ചയിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത്. അറബി, പേർഷ്യൻ എന്നീ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഖഡിബോലി, ബ്രിജ് മുതലായവയും കൂടിച്ചേർന്നുണ്ടായതാണ് ഉറുദു ഭാഷ. സൂഫി പ്രസ്ഥാനം ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അറബി, പേർഷ്യൻ എന്നീ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായിട്ടുള്ള ഖഡിബോലി, ബ്രിജ് മുതലായവയും കൂടിച്ചേർന്നുണ്ടായിട്ടുള്ളതാണ് ഉറുദു ഭാഷ. ഇക്കാലഘട്ടത്തിൽ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മുഗൾ ചക്രവർത്തി അക്ബറുടെ കാലത്ത് തർജ്ജമയ്ക്കു വേണ്ടി ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ അനേകം സംസ്കൃത കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അപ്പം
ഈ മധ്യകാലഘട്ടത്തിൽ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറുടെ കാലത്ത് തർജ്ജമയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാമായണം, മഹാഭാരതം ഉൾപ്പെടെ അനേകം സംസ്കൃത കൃതികളൊക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഉപനിഷത്തുക്കളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ ആണ്. ഇന്ത്യയുടെ സംസ്കാരവും വിജ്ഞാനവും അന്യദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൽ പരിഭാഷകൾക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു. സാംസ്കാരിക വിനിമയത്തിന് ഇത് വഴിയൊരുക്കി. ഇപ്പോൾ ഉപനിഷത്തുക്കളും അഥർവവേദമൊക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ ആണ്. അപ്പം നമ്മളിപ്പം ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് മധ്യകാല ഇന്ത്യയിലെ കലയും സാഹിത്യത്തിനൊക്കെ കുറിച്ചിട്ടാണ്. അവിടുത്തെ ക്ഷേത്ര നിർമ്മാണ രീതികളെ കുറിച്ച് പഠിച്ചു. പിന്നെ സൽത്താനത്ത് മുഗൾ വാസ്തുവിദ്യാ രീതി, ഇതാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി എന്നറിയപ്പെടുന്നത്. പിന്നെ അക്കാലത്തെ ചിത്രകലയിൽ, സംഗീതം, സാഹിത്യം ഇവയിലൊക്കെ വന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ പുതിയ വികസനങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട വ്യക്തികളെയും കുറിച്ച് പഠിച്ചു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്